ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കോഴികളെ വളർത്തുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ പലർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ കോഴികളെ അടച്ചിരുന്ന കൂട്ടിൽ നിന്ന് അതിനെ നമ്മൾ പുറത്തോട്ട് ഇറക്കി കേട്ടോ. പുറത്തോട്ട് ഇറക്കിയെന്ന് പറയുമ്പോൾ കുറച്ച് ബാക്കി കിടന്ന സ്ഥലത്ത് ഫുള്ള് നെറ്റടിച്ച് കവർ ചെയ്ത് അങ്ങനെ നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ പുറത്തോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് കാണിച്ചിരുന്നൊരു കാഴ്ചയാണ്. അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളിലോട്ട് പോവാം. ഇന്നത്തെ കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ കോഴികളെ നമ്മൾ പുറത്തോട്ട് ഫുള്ളൊന്ന് മറച്ച് കവർ ചെയ്ത് നമ്മൾ പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് കാഴ്ചകൾ കാണാം. ഈ കാണുന്നതാണ് കോഴിക്കുട്ടി കയറാണ്ട വാതിൽ കേട്ടോ. നമ്മുടെ പഴയ ഒരു ബെഡ്ഷീറ്റാണ് എടുത്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് തുറന്നിട്ട് അകത്തോട്ട് കയറാം. അങ്ങനെ നമ്മൾ കോഴിക്കുണ്ട് അകത്തോട്ട് കയറി കേട്ടോ. ഇപ്പം എല്ലാം ഫുള്ള് സൈലൻ്റ് ആയിട്ട് കിടക്കുകയാണ്. കാരണം നമ്മൾ തുറന്നുവിട്ട കോഴികളെല്ലാം നമ്മൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ കൂട്ടിൻ്റെ അകത്തോട്ട് അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും നമുക്ക് തുറന്നു വിടുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. ഇവിടെ ഫുള്ള് നമ്മൾ തുറന്നു വിടുമ്പോൾ അതിനുള്ള സന്തോഷം എന്ന് പറയുന്നത് ഒരു കൂട്ടി അടച്ചിട്ട സംഭവം പുറത്തിറങ്ങത്തില്ലേ, അതുപോലെ തന്നെയാണ്. അപ്പം നമുക്ക് നേരെ കോഴികളെല്ലാം പുറത്തിറക്കാം. അതിനു മുമ്പ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഏറ്റവും താഴത്തെ ഭാഗത്തെ നമ്മൾ ചെയ്തിരിക്കുന്നത് ആസ്പെറ്റോ ഷീറ്റും അതുപോലെ തന്നെ തകര ഷീറ്റൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് കീരിയും പട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തള്ളാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് കണ്ടോ, ഇതേപോലെ തകര ഷീറ്റിന് ഒരുപാട് പണിയുണ്ട്. അങ്ങനെയാണ് നമ്മൾ എല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ഇങ്ങനെ കിടക്കാൻ കാരണം ഇവിടെ നിന്ന് കുറേ വാഴകളുണ്ടോ, ഈ വാഴയെല്ലാം നമ്മൾ മുറിച്ച് മാറ്റി എങ്കിൽ മാത്രമേ നമുക്ക് ഈ നെറ്റ്, ഈ ഉയരെ കിടക്കുന്ന ഈ നീല നെറ്റ് നമുക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലാത്ത പക്ഷം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ കിടക്കുന്ന ഇങ്ങനത്തെ കോലത്തിൽ കിടക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡ് മറിച്ചിരിക്കുന്നത് നമ്മുടെ ടാർപ്പയും അതുപോലെ തന്നെ സാരി അങ്ങനത്തെ തുണിയെല്ലാം വെച്ചാണ് തൽക്കാലത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടും വലിയ രീതി പെട്ടെന്ന് ചീത്തയാകത്തൊന്നുമില്ല, എന്നാലും പറ്റുന്ന രീതിയിൽ നമ്മൾ ഫുള്ള് മറച്ചിട്ടുണ്ട് കേട്ടോ. വെയിലിൻ്റെ കാരണം കൊണ്ടാണ് കറക്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടാത്ത വീഡിയോ. എന്നാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ഉയരം മറച്ചിരിക്കുന്നതും ഈ കാണുന്ന നെറ്റാണ്. ഇത് വന്നിട്ട് മറ്റേ നീല നെറ്റ് ഉണ്ടല്ലോ, കോളം വരുന്ന കങ്കൂസ് ടൈപ്പ് നെറ്റ്. ഇത് വന്നിട്ട് 11 മീറ്റർ നമ്മൾ മേടിച്ചായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 350 രൂപയാണ് ആയത് ഈ നെറ്റ് വന്നിട്ട്. അതാകുമ്പോൾ കാക്കയൊന്നും ഇറങ്ങത്തില്ലല്ലോ എന്നും പറഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് ഒരുപാട് മറയ്ക്കാറുണ്ട്. അതിന് കാരണം ഈ വാഴ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വേഗം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി വാഴയെല്ലാം കുലയ്ക്കാറായതുകൊണ്ട് ഇനി അതിനെല്ലാം കുലച്ച് വാഴ മുറിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടിൻ്റെ ഇപ്പോഴത്തെ സെറ്റപ്പ് ഗൈസ്. അങ്ങനെ നമ്മൾ മറച്ചിരിക്കുന്ന എല്ലാം നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടേ. ഇനി നമുക്ക് നേരെ കോഴി അങ്ങ് തുറന്നു വിടാം. ബാക്കിൽ നിന്ന് എല്ലാവരും വിളിക്കുകയാണ്, തുറന്നു വിടാൻ. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നു വിടാം. ഇറങ്ങി വരുമെന്നാണ് വിശ്വാസം. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഈ കാണുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ കോഴി അങ്ങോട്ടാക്കി കേട്ടോ. അതാകുമ്പം ഇവിടെ നിന്ന് സ്ഥലം കുറവല്ലേ, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാക്കിയത്. അതായത് നമ്മളെ ഇങ്ങോട്ടാണ് കേട്ടോ ആക്കിയത്. കണ്ടോ, ഒരാളിവിടെ നിൽക്കുന്നുണ്ടോ, എന്താ അവൻ മിണ്ടൂല ഗൈസ്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടാണ് ആക്കിയത്. അപ്പോൾ നമ്മുടെ ബാക്കി കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അത് കിടപ്പുണ്ട്. ഇവിടെ ഒരാളിരിപ്പുണ്ട് കേട്ടോ, കുറച്ച് പേര് ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതിൻ്റെ അടിയിൽ കുറച്ച് പേര് ഇരിക്കുന്നുണ്ടോ, നമ്മുടെ പൊടി താറാവ് കുഞ്ഞുങ്ങളാണ് കേട്ടോ. യവന്മാർ വളർന്ന് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് യവന്മാരെ വെളിയിലോട്ട് ഇറക്കണം. എന്തായാലും യവന്മാരെ നമുക്ക് വെളിയിലോട്ട് ഇറക്കാം. നമ്മൾ അണ്ണൻ നിൽക്കുന്നുണ്ടോ, ഇതാണ് നമ്മുടെ രാജാവ് കണ്ണൻ. അപ്പം നമുക്ക് യവന്മാരെ വെളിയിലോട്ട് ഇറക്കിയിട്ട് കാണാം. അങ്ങനെ ഗൈസ് നമ്മുടെ കുറച്ച് പേര് ഇതാ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നമുക്കിനി ഗിരിരാജ കോഴി തുറന്നു വിടാം, എങ്കിലേ ബാക്കിയുള്ളതൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ കൂട്ടിലോട്ട് പോവാം. ഇവിടെയെല്ലാം നമുക്ക് ഇനി ഒരുപാട് പണിയുണ്ട് കേട്ടോ ഗൈസ്. എല്ലാം വൃത്തിയാക്കണം, അങ്ങനത്തെ ഒരുപാട് പണിയുണ്ട്. നമ്മളെ കൂടെയാണ് ഇവന്മാരെല്ലാം വരുന്നത്. കണ്ടോ, തീറ്റി എടുത്തെന്നും പറഞ്ഞാണ് വരുന്നത്. നമുക്ക് എന്തായാലും തീറ്റി വല്ലതും ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. എന്തായാലും നമുക്ക് യവന്മാരെ തുറന്നു വിടാം. യവന്മാരെല്ലാം കൂട്ടിൻ്റെ അകത്ത് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നു നോക്കാം ഗൈസ്. കണ്ടോ, എല്ലാവരും ചാടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും വരി, ബാ 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 ബാ. കണ്ടോ ഗൈസ്, എല്ലാവരും വരുന്നുണ്ടോ, എല്ലാവരും വന്നാലേ സൂപ്പർ ആവുള്ളൂ. സൂപ്പർ. കണ്ടോ ഗൈസ്, നമ്മുടെ താരങ്ങളെല്ലാം വരുന്നുണ്ടോ.
ഇതല്ല ഇനിയും ഉണ്ട്, ബാക്കിയുള്ളവരെല്ലാം ഒളിച്ചൊക്കെ നിൽക്കുകയാണ്. കണ്ടോ അവന്മാരെ ഇറക്കി വിട്ടപ്പോൾ സന്തോഷം കണ്ടല്ലോ ഞങ്ങൾ. ഇത് ഒരാളിവിടെ ഇതൊക്കെ തിന്നുന്നു ഉണ്ട് ഗൈസ്. അതോ ഓടിപ്പോണ്ട്. അവരെല്ലാം ഹാപ്പിയാണ്, ഫുള്ള് ഹാപ്പി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.